നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ പോയ വാരത്തിൽ വലിയ ചാഞ്ചാട്ടമാണ് ഉണ്ടായത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് 10,700 മുകളിലാണ് നിഫ്റ്റി. സെൻസെക്സ് 35,800 മുകളിലും. അതുപോലെ ഹെഡ്ജ് ഇഗ്നിസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് താങ്കൾ പോയ വാരം വിപണിയെ കാണുന്നത്? റിസൾട്ട് സീസണുകൾ വലിയ തോതിൽ വിപണിക്ക് ഊർജ്ജം പകർന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ നിരവധി മറ്റ് ഘടകങ്ങൾ വിപണിയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ വാരം വിപണിയെ താങ്കൾ വിലയിരുത്തുക? അഭിലാഷ്, ഈ വീക്ക് കണ്ടിന്യൂസ് മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ഒരു ഗ്ലോബൽ റീസൺ തന്നെയാണ്. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നു. ലാസ്റ്റ് 6 months ആയിട്ട് മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്ന റീസൺ തന്നെയാണ്. ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ തന്നെയാണ് ഈ ഒരു കറക്ഷൻ്റെ പ്രധാന റീസൺ. അതുപോലെ US ചൈന ട്രേഡ് വാർ അത് ഡൗട്ട്ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നു. അഗൈൻ ഒരു ഡിസിഷൻ വരാനുള്ള കാലതാമസം, ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ് കറക്ഷൻ്റെ ഒരു പ്രധാന റീസൺ. അപ്പോൾ എഗെയിൻ പല സെക്ടറിലും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. പ്രത്യേകിച്ചും ഫാർമ ഹെൽത്ത് കെയർ സെക്ടറിലാണ് വളരെ കറക്ഷൻ നേരിട്ടത്. അതുപോലെ മെറ്റൽ സെക്ടറിലും ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ IT ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലൊന്നും അത്രത്തോളം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. മാർക്കറ്റ് മൺഡേ 10,930 വന്നതിന് ശേഷമാണ് ഫ്രൈഡേ അതൊരു കണ്ടിന്യൂസ് കറക്ഷൻ മോഡിലേക്കായിരുന്നു. ഒരു ദിവസം പോലും മാർക്കറ്റിൽ റിക്കവറി സംഭവിച്ചില്ല. 10,650 ബിലോ തന്നെ ഫ്രൈഡേ മാർക്കറ്റ് പോകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും മാർക്കറ്റ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഒരു കറക്ഷൻ മോഡിലാണ്. 10,700 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്തു. ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വീക്കാണ്. എന്നാൽ IIP ബെറ്റർ ആയിരുന്നു. അതുപോലെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷ രീതിയിൽ വന്നു. ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ തന്നെ ബെറ്ററാണ്. അതുപോലെ റിസൾട്ട് സീസണാണ്. അശോക് ലേലൻഡ് ബെറ്ററായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതേസമയത്ത് വോൾട്ടാസ്, ഹിൻഡാൽക്കോ പോലെ ഇൻലൈൻ കമ്പനികളൊക്കെ തന്നെ ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. എന്തായാലും റിസൾട്ടുകളൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഡാറ്റകൾ ബെറ്ററാണ്. എന്നാൽ ഈ മാർക്കറ്റ് കറക്ഷൻ്റെ ഒരു പ്രധാന റീസൺ ഗ്ലോബൽ ന്യൂസ് തന്നെയാണ്. ഇത് ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 months ആയിട്ട് ലൈവായി നിൽക്കുന്നൊരു ന്യൂസാണ്. ഇതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന റീസൺ. ഈ ഗ്ലോബൽ ഗ്രോത്ത് കൺസേണും അതുപോലെ ട്രേഡ് വാറാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ വീക്ക് നമ്മൾ കണ്ടത്. മാർക്കറ്റ് കണ്ടിന്യൂസ് നിഫ്റ്റിയിൽ 300 പോയിൻറ്റ്സിൻ്റെ ഡ്രോപ്പാണ് ഈ ഒരു വീക്ക് കൊണ്ട് സംഭവിച്ചത്. ഈ ഒരു അഗെയിൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രീ ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓഹരി വിപണിയെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വലിയ തോതിലുള്ളൊരു ചാഞ്ചാട്ടം വിപണിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. എങ്ങനെയാണ് അടുത്ത ആഴ്ചത്തെ വിപണിയുടെ സാധ്യതകളെ താങ്കൾ കാണുന്നത്? അഭിലാഷ്, നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. കാരണം മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് കറക്ഷൻ മോഡിലായിരുന്നു. ടെക്നിക്കലി 10,700 ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ എഗെയിൻ ഒരു ഡീപ്പ് കറക്ഷനുള്ള പോസിബിലിറ്റി ഇല്ല. എങ്കിലും എഗെയിൻ ഈ ഗ്രോത്ത് കൺസേൺ അതുപോലെ ട്രേഡ് വാർ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കാം പലപ്പോഴും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് അത്ര മേജറായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. നമുക്കറിയാം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. അതിനോട് വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ മാർക്കറ്റ് കറക്ഷൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അഗെയിൻ കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും പല സ്റ്റോക്കുകളിലും വാല്യുവേഷൻ്റെ ഒരു ഫെയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്തു. അതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതാണ് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് അഗെയിൻ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇനി ഭുവനേന്ദ്രൻ, ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത്? എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട്? 10,600 നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് ചില അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? ടെക്നിക്കലി 10,700 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്തു. അഗൈൻ 10,500 നമ്മൾ ലാസ്റ്റ് 2 months ആയിട്ട് മാർക്കറ്റ് മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 10,680, 700 എന്ന് പറയുന്നു. ദെൻ 10,500. പലപ്പോഴും 10,500 അടുത്തതിന് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് റൈഡ് സംഭവിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് 2 weeks ബാക്ക് അതിൽ ബജറ്റിന് ശേഷം RBIയുടെ പോളിസിക്ക് ശേഷം 11,000 മുകളിലേക്ക് മാർക്കറ്റ് വന്നിരുന്നു. എഗെയിൻ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവായിരുന്നു. 11,000 മുകളിലേക്ക് എഗെയിൻ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ അനദർ 200 പോയിൻറ്റ്സിൻ റൈഡ്. എന്നാൽ അതിന് മുകളിലേക്ക് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഈ സമയത്താണ് ഈ ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് വന്നത്. എഗെയിൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. എഗെയിൻ 10,500 ഒരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല സ്റ്റോക്കുകളിലും വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. അഗെയിൻ 10,500, 10,550 ലെവൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവൻ കറണ്ട് ലെവൽ പോലും
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. വലിയൊരു റൈഡിനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. എഗെയിൻ 11,000 തന്നെയാണ് മേജർ റെസിസ്റ്റൻസ്. അത് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 11,200 ഈ റേഞ്ചിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ മൂവ് ചെയ്യാനാണ് സാധ്യത. നമുക്കറിയാം ലാസ്റ്റ് 2 മന്ത്സായിട്ട് 10,500 ബോട്ടം സപ്പോർട്ട് ലെവലായിട്ടും 11,000 എന്ന് പറയുന്ന അപ്പർ മേജർ റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റ് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ശ്രീ ഭുവനേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി ഘടകങ്ങൾ വിപണിയെ നേരിട്ടും അല്ലാതെയും സ്വാധീനിക്കുന്നുണ്ട്. കശ്മീരിലെ ഭീകരാക്രമണത്തിൻ്റെ നടുക്കത്തിലാണ് രാജ്യം. അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിപണിയെ നേരിട്ട് സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ തന്നെയാണ്. മെയ്യിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന രീതിയിൽ വിപണിയെ സ്വാധീനിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമയത്ത് ഏത് തരത്തിലൊരു സ്ട്രാറ്റജിയാണ് സാധാരണക്കാരായ റിറ്റെയിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്? വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തുടരണമോ, അതോ വിപണിയിൽ നിന്നും മാറി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ അനുയോജ്യമാണോ? തങ്ങളുടെ കൈവശമുള്ള സ്റ്റോക്കുകളിൽ ഏത് നിലപാടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഒരു പൊതു ചോദ്യത്തിനോട് താങ്കൾ പ്രതികരിക്കുന്നത്? പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് പിക്കിങ് തന്നെയാണ്. റൈറ്റ് പിക്ക് അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റിൻ്റെ റിട്ടേൺ നൽകുന്നത് തന്നെ ഏറ്റവും നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ പ്ലാന്റ് നടുന്നത് പോലെയാണ്. ഏറ്റവും ആ സീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് 7,500 കമ്പനീസ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത്രയും കമ്പനിയിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് കമ്പനി എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ്, പ്രോഡക്റ്റ്, വാല്യുവേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽസ് ഇതൊക്കെ തന്നെ സ്റ്റഡി ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ലൊരു ടെക്നിക്കൽ അഡ്വൈസ് എടുക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നല്ലത്. പലപ്പോഴും മാർക്കറ്റ് വോളറ്റിലിറ്റി ഇപ്പോൾ മാർക്കറ്റ് വാച്ച് തന്നെ ലാസ്റ്റ് 6 months ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെ കൂടാനുള്ള സാധ്യത. 2018 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 17, 18 വളരെ വോളറ്റൈലായിരുന്നു. 17 ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല റിട്ടേൺ കൊടുത്ത വർഷമാണ്. 19 ഇയർ എന്ന് പറയുന്നത് ഇയർ ഓഫ് വോളറ്റിലിറ്റിയാണ്. അത് നമ്മൾ പലപ്പോഴും വിസിബിളാണ്. പല സ്റ്റോക്കുകളും പല മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ഫെയർ വാല്യൂവിലാണ് ഇപ്പോഴും ആ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നത്. അതിൻ്റേതായ പല റീസൺസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യവും മാർക്കറ്റിലെ റിസ്ക് എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സ്റ്റോക്ക് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രത്തോളം നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ വാല്യുവേഷൻ ഫെയർ വാല്യൂവിൽ ആ സ്റ്റോക്ക് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത, ഈ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത. എനിക്ക് തോന്നുന്നു ജനുവരി സീരീസിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് എന്ത് അപ്രോച്ചാണ് ഇൻവെസ്റ്റേഴ്സ് എടുക്കേണ്ടത്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ പോലെയുള്ള ഇത് ചൂസ് ചെയ്യുക. ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 7 to 8% പലപ്പോഴും അവൈലബിൾ ആണ്. ദെൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു ട്രാൻസ്ഫർ ഫെസിലിറ്റി അഡാപ്റ്റ് ചെയ്യുക. ഷോർട്ട് ടൈം ഫണ്ട്, എക്സിറ്റ് ലോഡ് ഇല്ലാത്ത ഫണ്ടുകൾ പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എക്സിറ്റ് ലോഡ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ടിൽ എമൗണ്ട് പാർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയാം ഈ വീക്കൊക്കെ തന്നെ കണ്ടിന്യൂസ് മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഫെയർ വാല്യൂയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡെറ്റ് ഫണ്ടിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റോക്ക് ബൈ ചെയ്യുന്നു. ദെൻ നമുക്ക് വേണമെങ്കിൽ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് പോകാം. പലപ്പോഴും ഓരോ സ്റ്റോക്കിൻ്റെയും ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. മാരുതി, സൺഫാർമ, അങ്ങനെ പല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ലാസ്റ്റ് 3-4 months വോളറ്റിലിറ്റി. അപ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിനുണ്ട്. പലപ്പോഴും ഒരു ഭാഗത്ത് നമ്മളുടെ ഫണ്ടിന് നമുക്ക് റിട്ടേൺ കിട്ടുന്നു, വേറൊരു ഭാഗത്ത് വാല്യൂ ആവറേജിങ് നടക്കുന്നു. അപ്പോൾ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോകുമ്പോൾ ബൈയിങ് സൈഡിൽ നിൽക്കുകയും പ്രത്യേകിച്ചും നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനിയിലേക്ക് ഫോക്കസ് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് റിലീഫ് റാലിയിൽ വീണ്ടും എക്സിറ്റ് ചെയ്ത് മാറുക. അപ്പോൾ മാരുതി ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ശ്രദ്ധിക്കുക 7,900 നിന്നും 6,500 സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. എഗെയിൻ 7,800 പോകുന്നു. വീണ്ടും 6,300 വരുന്നു. എഗെയിൻ 7,200 പോകുന്നു. അപ്പോൾ ഹൈലി വോളറ്റൈലാണ് മാർക്കറ്റ്. വരും ദിവസങ്ങളിൽ ലാസ്റ്റിലെ കമ്മിങ് 3 to 4 months എന്ന് പറയുന്നത് എഗെയിൻ ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ വോളറ്റിലിറ്റി എങ്ങനെ ഓവർകം ചെയ്യാൻ, ഇത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കാൻ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അതാണ് ഞാൻ 2 months ബാക്ക് പറഞ്ഞത്. ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ദെൻ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ അപ്രോച്ച് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം വാല്യൂ ആവറേജിങ് നടക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും
നമ്മൾ ഒരു ലോങ് ടേം വ്യൂവിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് അതിനെ കൺസിഡർ ചെയ്ത്. രണ്ട്, നമ്മളുടെ പോർട്ട്ഫോളിയോ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഒരിക്കലും 8 to 10% കൂടുതൽ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ എക്സ്പോഷർ പാടില്ല. ഫോർ എക്സാമ്പിൾ 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം 12 to 15 സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, 5 to 6 സെക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഡീപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് DHFL അതല്ലെങ്കിൽ സൺ ഫാർമ, അങ്ങനെ പല സ്റ്റോക്കിലും ഇങ്ങനെ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളുടെ സ്റ്റോക്കിൽ ഒരു 50% ഡ്രോപ്പ് വന്നാലും ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 5%-ലും മുകളിൽ ഡ്രോപ്പ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതേ സമയത്ത് ഗെയിൻ കിട്ടുമ്പോൾ പല സ്റ്റോക്കിലും ഗെയിൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന്, റൈറ്റ് സ്റ്റോക്ക് പിക്ക് ചെയ്യുക. രണ്ട്, ക്യാപിറ്റൽ അലോക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. ദെൻ സ്റ്റോക്ക് സെലക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കാരണവശാലും ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ യെസ് ബാങ്കും DHFLും അതുപോലെ അനിൽ അംബാനി കമ്പനികളൊക്കെ തന്നെ എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് മിനിമം 10 lakhsന് 12 to 15 സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 5-6 സെക്ടർ സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ 50% ഡ്രോപ്പ് വന്നാൽ പോലും ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 5%-നും താഴെ ഡ്രോപ്പ് സംഭവിക്കില്ല. ഇത് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒന്ന്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒന്ന് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ, ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ മാർക്കറ്റിൻ്റെ ഓരോ കറക്ഷനും ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കമ്മിങ് 3 months അല്ലെ 4 months എന്ന് പറയുന്നത് ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും ഈ റിസ്കിൽ നിന്നും ഒരു ഇൻവെസ്റ്റർ മാറി നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കണമെങ്കിൽ ഈ രീതിയിൽ ഒരു സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു കത്തിലേക്ക് പോകാം. ശ്രീ സതീഷ് കുമാറിൻ്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്കുകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ICICI, ബജാജ് ഇലക്ട്രോണിക്സ്, PNB, അപ്പോളോ ടയേഴ്സ്, AB ക്യാപിറ്റൽ, ഐഷർ മോട്ടോഴ്സ്, മൈൻഡ് ട്രീ, GIC ഹൗസിംഗ് ഫിനാൻസ് ആൻഡ് അദാനി പോർട്ട്. ഈ സ്റ്റോക്കുകളിൽ ഏത് നിലപാട് സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അഭിലാഷ്, ഇതിലാദ്യം ICICI പ്രൊഡൻഷ്യലാണ്. വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. അതോടൊപ്പം തന്നെ വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ലീഡിങ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. വളരെ നല്ല ബ്രാൻഡ് അവയർനെസ് ഉണ്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ പെർഫെക്റ്റ് ആണ്. അതുപോലെ ഇയർലി ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് 25% കറക്ഷൻ സംഭവിച്ചു. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 290 ഇഷ്യൂ പ്രൈസിൽ താഴെ പലപ്പോഴും ഇത് മൂവ് ചെയ്യുന്നു. 290 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 290 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. ഇയർലി ഹൈ 462 ആണ്. അപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബജാജ് ഇലക്ട്രിക്കൽസ് ആണ്. ബജാജ് ഇലക്ട്രിക്കൽസും ഓൾമോസ്റ്റ് 40% കറക്ഷൻ നേരിട്ടു. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. 400 ആണ് മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 429 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. വീണ്ടും വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പലപ്പോഴും ഈ സ്റ്റോക്കിൽ അഡ്വൈസബിളാണ്. ബജാജ് ഇലക്ട്രോണിക്സിൽ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. 480 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ PNB ആണ്. PNBയെ സംബന്ധിച്ച് ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻസ് ഇപ്പോഴത്തെ രീതിയിൽ ഫോർ ടൈം ബീയിങ് സ്റ്റോക്കിലൊരു മൈനർ കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് 64-65 ലെവലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 72 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ ചാർട്ടിൽ കുറച്ച് വീക്ക്നെസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. എഗെയിൻ ഈ സ്റ്റോക്ക് 65 ലെവൽ വരികയാണെങ്കിൽ ഇതേ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുക. ദെൻ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഈ സമയത്ത് നമ്മുടെ സ്റ്റോക്കിൻ്റെ ആവറേജ് പ്രൈസ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടാവും. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. ദെൻ അപ്പോളോ ടയേഴ്സ് ആണ്. അപ്പോളോ ടയേഴ്സ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ വാല്യൂഷൻ വീണ്ടും ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി 180 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 197 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 300 മുകളിൽ ഇയർലി ഹൈ 300 മുകളിൽ മൂവ് ചെയ്തതാണ്. അതിനുശേഷം നമുക്കറിയാം പല സ്റ്റോക്കുകളിലെയും അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ തന്നെയാണ്. 2018 വളരെയധികം ഹൈ ജനുവരിയോട് കൂടി പല സ്റ്റോക്കുകളും പുതിയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ തന്നെ വലിയ ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 2018 കണ്ടിന്യൂസ് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. പല സ്റ്റോക്കുകളും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം കണ്ടിന്യൂസ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകി. അതിനുശേഷം ഇപ്പോഴത്തെ രീതിയിൽ 1 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് മൈനസ് റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും എഗെയിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരിക. 2 to 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടി ഇൻവെസ്റ്റ്മെൻറ്റിൽ
വളരെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അപ്പോളോ ടയേഴ്സ് വളരെ നല്ല മാനേജ്മെൻറ്റാണ്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. അത് കൺസിഡർ ചെയ്യുമ്പോൾ അഗൈൻ 180 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ആദിത്യ ബിർള ക്യാപിറ്റലാണ്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ തന്നെയാണ്. കാരണം 192 നിന്നും 70 ലെവലിൻ്റെ അടുത്തേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്ത് വന്നിരുന്നു. 78 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. എഗൈൻ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈവൻ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 80 ബിലോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. 70 മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കൊക്കെ തന്നെ ഒരു ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. 60% ഈ സ്റ്റോക്കിൽ കറക്ഷൻ വന്ന് ഇയർലി ഹൈയിൽ നിന്നും. അപ്പോൾ ഇപ്പോഴത്തെ വാല്യുവേഷൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ തന്നെയാണ് പല സ്റ്റോക്കുകളിലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ദെൻ സിസ്റ്റമാറ്റിക് ബൈയിങ് നടത്തുക. കാരണം ഓരോ കറക്ഷനും വളരെ നല്ല സ്റ്റോക്കുകൾ ഓൺ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. പലപ്പോഴും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കമ്മിങ് 3 months എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചുറ്റും നെഗറ്റീവ് ന്യൂസുകളാണ്, അതേസമയത്ത് വാല്യുവേഷൻ ഫെയർ ആണ്, ഏണിംഗ് ഗ്രോത്ത് ഉണ്ട്, മാക്രോസ് ബെറ്ററാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞതാണ്. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി മാത്രമാണ് ഇപ്പോൾ. അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഈ സമയമൊക്കെ തന്നെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ല സ്റ്റോക്കുകൾ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് AB ക്യാപിറ്റലിനെ സംബന്ധിച്ചും ഈ ഒരു അട്രാക്ഷൻ ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ ഐഷർ മോട്ടോഴ്സാണ്. ഐഷർ മോട്ടോഴ്സ് ഒരു കറക്ഷൻ മോഡിലാണ്, വാല്യുവേഷൻ ഫെയർ ആണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 19,000 ലെവൽ വരികയാണെങ്കിൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുള്ളൊരു സാഹചര്യം ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. 22,000 ആണ് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഐഷർ മോട്ടോഴ്സ് അഗൈൻ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ മൈൻഡ്രി, എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡ് മുമ്പ് നമ്മൾ അഡ്വൈസ് ചെയ്തതാണ്. മൈൻഡ്രി വാല്യുവേഷൻ ഫെയർ ആണ്. അഗൈൻ 850 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. IT സെക്ടറൊക്കെ തന്നെ ഈ ഒരു വർഷം ലാസ്റ്റ് ഇയറൊക്കെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ വർഷം ഒരു 12 to 15% റിട്ടേൺ നൽകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അഗൈൻ 850 ലെവൽ വരികയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. 950 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GIC ഹൗസിംഗ് ഫൈനാൻസ് ആണ്. ഈ ഒരു സെക്ടർ ചെറിയൊരു നെഗറ്റീവ് ഇപ്പോഴത്തെ രീതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി അത് തന്നെയാണ് വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. 210 ലെവലിലേക്ക് വരികയാണെങ്കിൽ 232 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 210 എന്ന് ഞാൻ പറയുന്നത് വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വോളറ്റിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരാം. അപ്പോൾ വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അഗെയിൻ ഓരോ കറക്ഷനും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ PNB ഒഴിച്ച് ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ നല്ല ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. JIC ഹൗസിംഗ് ഫിനാൻസ് 255 ആണ് സ്റ്റോക്കിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ്. ദെൻ അദാനി പോർട്ടാണ്. അദാനി പോർട്ട് എന്തായാലും ഹൈടെക് ടെക്നോളജി അതുപോലെ തന്നെ പോർട്ട് ഹാൻഡ്ലിംഗ് ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വാല്യൂ ഒരു അടുത്തൊരു ജനറേഷൻ സ്റ്റോക്ക് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും മാനേജ്മെൻറ്റ് അവരുടെ ഫൈനാൻഷ്യൽസൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. 320 ലെവൽ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം വ്യൂവിൽ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 390 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 452 വരെ ഹൈ പോയതാണ്. അതിനുശേഷം ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ നല്ലതാണ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി എല്ലാ ഇൻവെസ്റ്റേഴ്സും അഡാപ്റ്റ് ചെയ്യുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ ആഴ്ച നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. IDFC ബാങ്ക് ആൻഡ് ക്യാപിറ്റൽ ഫസ്റ്റ് എന്നീ 2 നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി മെർജ് ചെയ്താണ് IDFC ഫസ്റ്റ് ബാങ്ക് ആയത്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻഷ്യറിൽ നിന്നും ഒരു ഡൈവേഴ്സിഫൈഡ് യൂണിവേഴ്സൽ ബാങ്ക് ആവുക എന്ന IDFC ബാങ്കിൻ്റെ അംബീഷൻ ഈ മെർജറോടുകൂടി സാധ്യമാകും. അതുപോലെ 2020 6 മില്യൺ കസ്റ്റമർ ബേസിൽ എത്തുക എന്ന സ്വപ്നവും ഈ മെർജർ സാക്ഷാത്കരിക്കും. മെർജറിനു ശേഷം ഇവരുടെ ടോട്ടൽ അസറ്റ്സ് 88,000 കോടിയാണ്. മെർജറിന് മുൻപ് IDFC ബാങ്ക് ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിൽ ഹോൾസെയിൽ ലെൻഡിംഗ് ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ മെർജറോടുകൂടി റീറ്റെയിൽ സെഗ്മെൻറ്റിൽ കയറാൻ ഇവർക്ക് സാധിക്കും. IDFC റീറ്റെയിൽ ലോൺ സെഗ്മെൻറ്റ് 27% ആയിരുന്നെങ്കിൽ ക്യാപിറ്റൽ ഫസ്റ്റിൻ്റെ 93% SME ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി, 2 വീലർ ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ എന്നീ റീറ്റെയിൽ ലോൺ സെഗ്മെൻറ്റുകളിലാണ്. ഫസ്റ്റ് ക്യാപിറ്റലിൻ്റെ 22,974 കോടി ലോൺ ബുക്കും 3 മില്യൺ കസ്റ്റമർ ബേസും 228 ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും
അതുപോലെ IDFCയുടെ 38,000 കോടി ഡെപ്പോസിറ്റ്സും കൂടി ചേരുമ്പോൾ റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുക എളുപ്പമാവും. രണ്ട് കമ്പനികളുടെയും കെമിസ്ട്രി വർക്കാവാൻ കുറച്ച് സമയമെടുത്താലും ഇത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായി പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്ക് കറന്റ് മാർക്കറ്റ് പ്രൈസ് 44 rupees, 2020 ടാർഗറ്റ് പ്രൈസ് 59 rupees. ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫീഡർ ഫ്രാങ്ക്ലിൻ US ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് ഈ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്. ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ടാണ്, അതായത് നേരിട്ട് ഷെയർസിൽ നിക്ഷേപിക്കുന്നതിന് പകരം വേറെ ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഫ്രാങ്ക്ലിൻ്റെ ഓവർസീസ് മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇവർ നിക്ഷേപിക്കുക. ഈ ഫണ്ടുകളാവട്ടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ സെക്യൂരിറ്റീസിലാണ് നിക്ഷേപിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിൽ 16% റിട്ടേൺസും കഴിഞ്ഞ 3 വർഷത്തിൽ 18% റിട്ടേൺസുമാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഫേസ്ബുക്ക് പോലുള്ള US-ലെ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇന്നോവേറ്റീവ് കമ്പനീസിലാണ് ഇവർ നിക്ഷേപിക്കുന്നത്. ഒരു ഡൈവേഴ്സിഫിക്കേഷനു വേണ്ടി US ഇക്വിറ്റി മാർക്കറ്റിൽ എക്സ്പോഷർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു ഫണ്ടാണിത്. കൂടാതെ ഇപ്പോഴത്തെ റുപ്പി ഡെപ്രിസിയേഷൻ ഈ ഫണ്ടിന് വളരെ പോസിറ്റീവാണ്. ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ട് ആയതിനാൽ ടാക്സേഷൻ ഡെറ്റിനു സമാനമാണ്. ഫണ്ട് സൈസ് 746 crore, NAV 29.55 rupees, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 rupees ആൻഡ് മിനിമം SIP 500 rupees. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asianetnews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാം. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.